എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഗോവ ട്രിപ്പിലാണ്. ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. നെടുമ്പാശ്ശേരി എർത്ത് ലോഞ്ചിലിരുന്ന് നമ്മൾ ആസ്വദിച്ച് ടീ ഒക്കെ കഴിച്ചു. അവിടെ വച്ച് മറ്റ് ഒരു യാത്രികരുടെ മക്കളുമായിട്ട് കുറേ നേരം സൗഹൃദത്തിൽ ഏർപ്പെട്ടു. രാത്രി വൈകിയുള്ള യാത്രയിൽ ദീർഘനേരം നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ എർത്ത് ലോഞ്ചിൽ സമയം ചെലവഴിക്കുന്നതിനും ആഹാരം ടേസ്റ്റ് ചെയ്യുന്നതിനും സാധ്യമായി. നെടുമ്പാശ്ശേരിയിൽ രാത്രി 3:30-4 മണിയോട് കൂടിയിട്ടുള്ള ഫ്ലോറിൻ്റെ അന്തരീക്ഷമാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള നെടുമ്പാശ്ശേരി എയർപോർട്ട് യാത്രികർ വന്നും പോയും ഇരിക്കുന്നു. കൂടുതലായി റഷൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാൽ പോലും വെളുപ്പിന് 4:30 മണിക്ക് 5 മണിക്ക് ഉള്ള ഫ്ലൈറ്റിനാണ് ഞങ്ങൾ ഗോവയ്ക്ക് യാത്രയായത്. അതിൻ്റെ ചെക്ക് ഇൻ ചെയ്ത് ബോർഡിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ എൻട്രി ചെയ്ത് ഫ്ലൈറ്റിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു 80% ഫ്ലൈറ്റ് ഫില്ലായിരുന്നു. നിങ്ങൾ കാണുന്ന പോലെ ആവശ്യത്തിന് ലെഗ് സ്പേസ് ഒക്കെ ഉള്ള സീറ്റായിരുന്നു. എനിക്കല്പം കാലിനൊക്കെ നീളം കൂടുതലുള്ളതുകൊണ്ട് ലെഗ് സ്പേസ് ഒരു ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റ് വിട്ടു തുടങ്ങി. ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഉയരുന്ന ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ചക്രവാളങ്ങളെ കീറി മൂർച്ചുകൊണ്ട് ഉള്ള യാത്ര, അതിൻ്റെ സൈഡ് സീറ്റിലിരുന്നു കൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്നതിന് സാധിച്ചു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൈലാസ ദൃശ്യങ്ങൾ പോലെ അത് അനുഭവപ്പെട്ടു. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ലധികമായിട്ടുള്ള യാത്ര ചെയ്ത് ഗോവയിൽ എത്തിച്ചേരുകയാണ്. ഫ്ലൈറ്റ് ഗോവയിൽ ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഗോവയുടെ മനോഹാരിതയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗോവ എയർപോർട്ടിൽ ഇറങ്ങി. ഗോവ എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ചെറിയ എയർപോർട്ടാണ്, പക്ഷെ നല്ല റഷാണ് ഗോവ എയർപോർട്ട്. നമ്മൾ ലഗേജ് കാത്ത് ട്രോളിയുടെ അടുത്ത് നിൽക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രോളി ഒട്ടും താമസം കൂടാതെ തന്നെ നമ്മുടെ ട്രോളി നമുക്ക് ലഭ്യമായി. അതിനുശേഷം എയർപോർട്ടിന് പുറത്ത് ടാക്സി ഡ്രൈവർമാർ ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള വട്ടം കൂടിയുള്ള ആക്രമണമാണ് കാണുവാൻ സാധിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെ ഗോവ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ AC എയർ ബസ്സിൽ ആണ് നമ്മൾ താമസിക്കുന്ന ബാഗ സൈഡിലേക്ക് പോകുന്നത്. ബസ്സിലിരുന്നു കൊണ്ടുള്ള സൈഡ് ദൃശ്യങ്ങൾ അത് ഞാൻ എൻ്റെ ക്യാമറയിലൂടെ പകർത്തിയെടുത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗോവയുടെ മറ്റു ദൃശ്യങ്ങളും ഞാൻ പകർത്തിയെടുക്കുന്ന ഗോവയുടെ ഭംഗിയുമെല്ലാം മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.